ജീവിക്കാനും മനുഷ്യർക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തതാണ് പരിശുദ്ധ റമദാൻ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധ റമദാനിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച മുഅ്മിനീങ്ങളാണോ ഞാനും നിങ്ങളും എന്ന് സ്വയം ബോധ്യപ്പെടണമെങ്കിൽ ഇക്കഴിഞ്ഞ റമദാനിന് ശേഷം തുടർന്നിങ്ങോട്ടുള്ള 11 മാസം അതിന്റെ എന്തെങ്കിലും ഒരു ഈമാനിന്റെ തഖ്വയുടെ ഒരു അടയാളമോ നിലനിൽക്കുന്ന സ്വഭാവമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരു നിലക്കും ഈ പരിശുദ്ധ റമദാനിനെ ഒരു വർഷം പോലും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത പമ്പര വിട്ടികളാ അള്ളാഹുവിന്റെ കണ്ണിൽ ഞാനും നിങ്ങളും. പലപ്പോഴും പല ആളുകളും സങ്കടത്തോടെ ചോദിക്കാറുണ്ട്, സഹാബത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയതുപോലെ എന്താ നമുക്ക് റമദാൻ മാറ്റമുണ്ടാക്കാത്തത്? ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ സുഡാനിലും സിറിയയിലുമുള്ള ചില ആളുകൾ സൗദി അറേബ്യയിലെ ഫത്വ കൊടുക്കുന്ന ലജ്നത്തുൽ ദാഇയുടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന അവരുടെ മെയിലുകളിലേക്ക് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം ഒരിക്കൽ ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒന്നും കഴിക്കാതെ നോമ്പ് നോൽക്കുകയും തുറക്കുകയും ചെയ്യാമോ? ചോദിച്ചത് സുഡാനിൽ നിന്നായിരുന്നു. 2 നേരവും പച്ചവെള്ളം കൊണ്ട് നോമ്പ് നോൽക്കാനും തുറക്കുന്നതും അനുവദനീയമാണോ? ചോദ്യം സിറിയയിൽ നിന്നായിരുന്നു. കാരണം തിന്നാനില്ലാതെ കുടിക്കാനില്ലാതെ എന്നാലും റമദാനിന്റെ ചൈതന്യം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ജനത ഈ ഭൂമിക്ക് മുകളിൽ, ഈ ആകാശത്തിന്റെ താഴെയുണ്ടാകുമ്പോ മറ്റുള്ള മാസങ്ങളെക്കാൾ തിന്നും കുടിച്ചും സമയം പോക്കിയും ആയിരങ്ങൾ വാരിവതറുന്ന നമുക്ക് ഇന്ന് വരെ ആ റമദാനിന്റെ നഷ്ടത്തെപ്പറ്റിയോ റമദാനിന്റെ ഉപയോഗപ്പെടുത്തലിനെ പറ്റിയോ ആശങ്കയുമില്ല, സങ്കടവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സഹാബത്ത് ചോദിച്ചതും, അള്ളാഹുവിന്റെ തിരുദൂതരെ, കർമ്മങ്ങളെ കൊണ്ട് മാത്രം അള്ളാന്റെ സ്വർഗം കിട്ടുമോ? അങ്ങനെയായിരുന്നെങ്കിൽ നോമ്പ് നോറ്റത് കൊണ്ട് മാത്രം നമ്മൾക്ക് സ്വർഗം കിട്ടും. ഓരോ തറാവീഹും 11 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് അള്ളാന്റെ സ്വർഗം കിട്ടും. പക്ഷേ കർമ്മങ്ങളെ കൊണ്ട് മാത്രം അള്ളാന്റെ അടുത്ത് സ്വർഗം കിട്ടില്ല. മറിച്ച് ആ കർമ്മത്തിന് എന്ത് വേണം? നിഷ്കളങ്കമായ കുറ്റമറ്റ ഹൃദയത്തോടെയാവണം ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. ആ കുറ്റമറ്റ ഹൃദയം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇബാദത്തിനും നമ്മളുടെ കർമ്മങ്ങൾക്കും ഭംഗിയില്ലാതായി പോകുന്നത്. നമസ്കാരത്തിന് വരുന്നവന്റെ മനസ്സിലും കുശുമ്പുണ്ട്, അവന്റെ മനസ്സിലും പകയുണ്ട്, വെറുപ്പുണ്ട്. പിന്നെന്തിനാണ് അവന്റെ നമസ്കാരം? പകല് പട്ടിണി കിടക്കുന്ന നോമ്പുകാരന്റെ കുടുംബത്തിലും അലോക്യമുണ്ട്, പണക്കങ്ങളുണ്ട്. പിന്നെന്തിനാണ് അവന്റെ പട്ടിണി? അപ്പോൾ ആ അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ കർമ്മങ്ങൾ കുറെ അച്ചുകളായി നിർവഹിച്ചതുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഞാനൊരു വലിയ നോമ്പുകാരനും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നവനാണെന്ന് പറഞ്ഞതുകൊണ്ടോ അള്ളാന്റെ അടുത്ത് സ്വർഗം കിട്ടില്ല. ഒരമലുകൾക്കും അള്ളാന്റെ അടുത്ത് സ്വീകാര്യതയുണ്ടാവില്ല. മറിച്ചെന്തു വേണം? കുറ്റമറ്റ ഹൃദയത്തോടെ അത് നിർവഹിക്കാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആ കാര്യം ഓർമ്മപ്പെടുത്തി. അള്ളാന്റെ സ്വർഗത്തിൽ പടച്ച റബ്ബ് ഒരാൾക്ക് അവകാശം കൊടുക്കൂ. ആരാണവൻ? അവൻ അള്ളാന്റെ അടുത്ത് വന്നത് ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി കൊണ്ട. അവന്റെ ഹൃദയത്തിനാണ് വെളിച്ചം. പുറമെ വെളിച്ചമില്ലെങ്കിലും അവന്റെ ഉള്ളിലാണ് വെളിച്ചം. ആ വെളിച്ചം കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവൻ അവകാശിയായി തീരും. ഇങ്ങനെയുള്ള ചരിത്രങ്ങളിലൂടെയും വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളിലൂടെയും ആവർത്തിച്ച് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു. എന്തും അള്ള സ്വീകരിക്കാനുള്ള കാരണം ഹൃദയ വിശുദ്ധിയാണ്, മനസ്സിന്റെ നന്മയാണ്. ഒരു കറയും ബാധിക്കാത്ത, മനുഷ്യന് കാണാൻ പറ്റാത്ത, എന്നാൽ നിമിഷങ്ങൾക്കനുസരിച്ച് മിടിച്ചും ചിന്തിച്ചും കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ തൊലിക്കുള്ളിലുള്ള ആ ചോരക്കട്ടയുണ്ടല്ലോ, ഹൃദയം. അത് നന്നാവാത്തവന്റെ അമലുകളോ ഇബാദത്തോ കർമ്മങ്ങളോ എത്ര ഭംഗിയായാലും അള്ളാന്റെ അടുത്തേക്ക് അതെത്തുന്നില്ല.
ആ കർമ്മങ്ങളെ കൊണ്ട് അവന് പ്രത്യേകിച്ച് മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞുകൊടുത്തൊരു ചരിത്ര കഥയുണ്ട്. മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ നൂറുകണക്കിന് സഹാബത്തിനെ അടുത്തു വിളിച്ച് തിരുദൂതൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കഥ പറയാം. 3 വിശ്വാസികൾ അവര് റബ്ബിന്റെ മാർഗത്തിൽ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഒരു യാത്ര പുറപ്പെട്ടു. 3 പേരും ഇരുട്ടായപ്പോ ഒരു പാറക്കെട്ടിന്റെ താഴെ ആ പാറക്കുള്ളിലേക്ക് അഥവാ ഗുഹയിലേക്ക് കയറി താമസിക്കാൻ തീരുമാനിച്ചു. അന്ന് ആ താമസത്തിനിടയിൽ രാത്രി എപ്പോഴോ പാറക്ക് മുകളിൽ നിന്ന് മറ്റൊരു പാറക്കഷണം ഉതിർന്നു വീഴുകയും ഇവര് താമസിച്ച ഗുഹയുടെ വാതിൽ ആ പാറക്കല്ല് വന്ന് അടയുകയും ചെയ്തു. പുറത്ത് രക്ഷപ്പെടാൻ കടക്കാനുള്ള ഒരു മാർഗവും അവർക്കില്ല. അവര് വെപ്രാളപ്പെടുകയും രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്നവര് ചിന്തിക്കുകയും ചെയ്യുമ്പോ അവര് 3 പേരും ഒരുമിച്ചിരുന്നൊരു തീരുമാനമെടുത്തു. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ റബ്ബിന്റെ കാവലുണ്ടാകണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, ഹൃദയം തുറന്ന് ചെയ്ത കാര്യങ്ങൾ റബ്ബിനോട് ഏറ്റുപറയണം. ഒന്നാമത്തെ വ്യക്തി റബ്ബിനോട് പറഞ്ഞു, നാഥാ, എനിക്ക് മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളെ ഞാൻ പൊന്നുപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാനും മക്കളും ഭക്ഷണം കഴിക്കൂ. ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചെത്താൻ ഞാൻ അല്പം വൈകിയപ്പോ എന്റെ വാപ്പയും ഉമ്മയും ഉറങ്ങിപ്പോയിരുന്നു. എന്നെ കാത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ അവരുടെ ഉറക്കിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിക്കാനും എനിക്ക് മടി. 2 പേരും എഴുന്നേൽക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നു റബ്ബേ. അതിനുശേഷം അവരും കൂടി എഴുന്നേറ്റിട്ട ഞാൻ ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് റബ്ബേ, എന്റെ ആ കർമ്മം കൊണ്ട് നീ എനക്കെന്നോട് താല്പര്യമുണ്ടെങ്കിൽ ഗുഹമുഖത്ത് നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. അത്ഭുതം, പാറ അല്പം മാറി നിന്നു. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു, റബ്ബേ, എനിക്കൊരു പെണ്ണിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. എന്റെ അയൽപ്പക്കക്കാരിയായിരുന്നു ആ പെണ്ണ്. ഞാൻ അവളെ നോട്ടമിട്ടിരുന്നു, അവളെ ഒന്ന് ആസ്വദിക്കാൻ, അവളുമായിട്ടൊന്ന് വ്യഭിചരിക്കാൻ. പക്ഷേ ഒരു സന്ദർഭത്തിലും അവൾ എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. പല വാഗ്ദാനങ്ങളും കൊടുത്തു, അവൾ സമ്മതിച്ചില്ല. അവസാനം അവളുടെ കുടുംബത്തിൽ ഒരു സങ്കടം സംഭവിക്കുകയും അവൾക്കല്പം പണത്തിന് അത്യാവശ്യം വരികയും ചെയ്തു. അവൾ എന്റെ അടുത്തേക്ക് വന്ന് ആ പണം ആവശ്യപ്പെട്ടു. തിരിച്ച് ഞാൻ ആവശ്യപ്പെട്ടതൊന്നു മാത്രം, അവളെ എനിക്കൊന്ന് ഭോഗിക്കണം. അതവള് സമ്മതിക്കുകയും നിർവാഹമില്ലാതെ അവള് പണം വാങ്ങി വീട്ടിലേക്ക് എത്തിച്ച് മടങ്ങി വരാമെന്ന് എന്നോട് പറയുകയും ചെയ്തു. തിരിച്ചു വന്ന അവൾ എന്റെ മുൻപിൽ കിടക്കുമ്പോ, അവളെ ശരീരത്തിലേക്ക് ഞാൻ പ്രാപിക്കാൻ ഒരുങ്ങുമ്പോ എന്റെ കണ്ണിലേക്ക് നോക്കി ആ പെണ്ണ് പറഞ്ഞു, ഇത്തഖില്ല, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ റബ്ബിനെ ഭയപ്പെടണം. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബേ, ആ പെണ്ണിനെ ഞാൻ സുരക്ഷിതമായി തിരിച്ചയച്ചു. അവളെ രോമത്തിൽ പോലും തൊടാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നിന്നെ ഭയപ്പെട്ടു നാഥാ. അതുകൊണ്ട് റബ്ബേ, നിന്നെ മാത്രം ഭയപ്പെട്ടിട്ടാണ് ഞാനത് ചെയ്തത്. എന്നെ നീ സഹായിക്കണം. പാറ അല്പം കൂടി മാറി നിന്നു. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, റബ്ബേ, ഞാനൊരു തൊഴിലാളിയെ പണത്തിന് അഥവാ പാരിതോഷികം കൊടുക്കാമെന്ന് പറഞ്ഞ് ജോലിക്ക് വിളിച്ചു. അവൻ ജോലി ചെയ്ത് വൈകുന്നേരമായപ്പോ എന്നോട് കൂലി വാങ്ങാതെ മടങ്ങി. അവന്റെ കൂലി കൊണ്ട് ഞാൻ ഒരുപാട് വർഷം കാത്തിരുന്നു. അവസാനം ആ പണം കൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങി. ലാഭങ്ങൾ കുവിഞ്ഞുകൂടാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ വന്ന് എന്നോട് കൂലി ചോദിച്ചപ്പോ അവന്റെ സ്വത്ത് കൊണ്ടുണ്ടായ, കൂലി കൊണ്ടുണ്ടായ മുഴുവൻ സ്വത്തും ഞാൻ അയാൾക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു. നാഥാ, നിന്റെ പ്രീതി മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നെ നീ രക്ഷപ്പെടുത്തണം. ഗുഹാമുഖത്ത് നിന്ന് പാറ നീങ്ങുകയും അവര് രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഹദീസിനെ മുൻനിർത്തി പണ്ഡിതന്മാര് പഠിപ്പിച്ചൊരു വാക്കുണ്ട്. ഹൃദയവിശുദ്ധിയോടെ, നല്ല നീയത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയാലും പരലോകത്ത് നിങ്ങൾക്കത് മുതൽക്കൂട്ടായിരിക്കും. അതിന്റെ മാറ്റം സഹായമായും സംരക്ഷണമായും അള്ളാഹു ദുനിയാവിൽ തരികയും ചെയ്യും. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാ മനസ്സിനെ നന്നാക്കിയോ അവൻ വിജയിച്ചിട്ടുണ്ട്. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാ മനസ്സിനെ പറ്റി ചിന്തിക്കാതിരുന്നോ അവൻ അതിനെ നഷ്ടപ്പെടുത്തിയവനാ. അതുകൊണ്ട് ഓരോ റമദാൻ വരുമ്പോഴും ആവർത്തിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതും, നമ്മുടെ മനസ്സ് നന്നായിട്ടുണ്ടോ? കപടതയും അല്ലെങ്കിൽ കാപട്യങ്ങളും പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരങ്ങളും പൊങ്ങച്ചവും പുച്ഛവും ഏഷണിയും പരദൂഷണങ്ങളും ഹറാമായ പലിശ ഇടപാടുകളും കുടുംബത്തിന്റെ മുറിയലുകളും ഇതിനെ കൊണ്ടൊക്കെ മലിനമായ നമ്മളെ മനസ്സ്
ഒന്ന് നന്നാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല മനസ്സിലേക്കാൻ നോക്കുക. നിങ്ങൾ സുബ്ഹിന്റെ നേരെ എഴുന്നേറ്റോ? ഈ പള്ളിയിൽ നിന്നും ബാങ്ക് കേട്ടപ്പോഴേക്കും തിന്നല് നിർത്തിയോ? മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടപ്പോഴേക്കും വാരി പിടിച്ച് തിന്നാൻ തുടങ്ങിയോ? രാത്രി കാലുമ്മൽ നീരുണ്ടായിട്ടും വന്ന് നിസ്കരിച്ചോ? എന്നൊക്കെ റബ്ബ് നോക്കുന്നതിന്റെ മുൻപ് അല്ല നോക്കുക അവന്റെ മനസ്സിലേക്കാ. അവിടെ വെളുപ്പുണ്ടോ? അവിടെ കറയുണ്ടോ? ആ കറയൊന്ന് കഴുകാനുള്ള എന്തെങ്കിലും ഒരു ശ്രമമായി നടത്തിയിട്ടുണ്ടോ? റമദാനിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് പലതും നനച്ചു കുളിച്ചപ്പോ അവന്റെ മനസ്സൊന്ന് അവളുടെ ഹൃദയമൊന്ന് കഴുകാൻ അവളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം കിഴക്കോട്ട് തിരിച്ച് മണിക്കൂറുകളോളം റബ്ബിന്റെ മുൻപിൽ നിൽക്കുക എന്നതല്ല പുണ്യം. ലൻ യനാലല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു കോഴിയുടെ മാംസം ദാനം ചെയ്താലും മൃഗത്തെ അറുത്താലും അതല്ല റബ്ബിന് വേണ്ടത്. വലാകിന്നല്ലാഹ തഖ്വ, നിങ്ങളുടെ മനസ്സ് ഹൃദയമൊന്ന് നന്നായിട്ടുണ്ടോ? മരിച്ചു കിടക്കുമ്പോ തന്റെ മുഖത്തും ശരീരത്തിനും ചെളിയുണ്ടെങ്കിലും അവന്റെ ഹൃദയത്തിൽ ചെളിയില്ലെങ്കിൽ അതാണ് അവന്റെ സ്വർഗത്തിലേക്കുള്ള പാത. അതുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കല റമദാൻ ആഗതമാകുന്ന ഈ സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയ ബാധ്യത.